നമുക്ക് ക്രിസ്മസിന് ഒരു ഉടുപ്പ് തയ്ക്കണ്ടേ കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ തയ്ക്കണ്ടേന്ന്. ഞാനൊരു യോക്ക് മോഡൽ ഫ്രോക്കാണ് എടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് 5 to 6 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്കാണ്. അപ്പോൾ അവരുടെ ലെങ്ത് വരുന്നത് 24 ഇഞ്ചാണ്. കറക്റ്റ് 24 വരും. അപ്പോൾ നമ്മൾ 26 എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഷോൾഡർ വരുന്നത് 10 ആണ്. ഇത്രയും നമ്മൾ അറിഞ്ഞാൽ മതി. ബാക്കി നമ്മൾ ഈ കട്ട് ചെയ്യുമ്പോഴേക്കും ശരിയാവും കേട്ടോ. കഴുത്തകലം എടുക്കുന്നത് ഞാൻ ഇതിൽ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ അതിന്റെ ഷോൾഡറും 10 ആണ്, ഇറക്കം 24 ആണ്. അപ്പൊ ഞാൻ ആ യോക്ക് എടുക്കുന്നത് ഈ റൗണ്ട് യോക്ക്, അതായത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ല രസമാണ് ആ ഒരു ഡ്രസ്സ്. നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ആ ഷോൾഡർ അളന്നിടുകയാണ്. അതായത് 10 നമുക്ക് ഷോൾഡർ പറഞ്ഞേക്കുന്നത്, 10 ഇഞ്ച്. ഓക്കെ, അതായത് 5 മുതൽ 6 വരെ 10 ഇഞ്ച്. ഞാനിതിൽ കഴുത്ത് അകലം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 2.5 ഇഞ്ചാണ്. നമുക്ക് 3 ഇഞ്ചിലും എടുക്കാം. 3 ഇഞ്ച് എടുത്തിട്ട് 2.5 എടുക്കാം, 3 എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, അതായത് മെലിഞ്ഞ കുട്ടികൾ കാണും, വണ്ണമുള്ള കുട്ടികൾ കാണും. അവർക്കൊക്കെ ആണെങ്കിൽ ഷോൾഡർ കറക്റ്റ് ആയിരിക്കും, ഈ വണ്ണത്തിലായിരിക്കും പ്രശ്നം വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് 2.5 എടുക്കാം, 2.25 എടുക്കാം, 3 എടുക്കാം കേട്ടോ. ഞാനിപ്പോ 2.5 എടുക്കുന്നത്. 2.5 എടുത്തിട്ട് ഇതിന്റെ ഇറക്കം എടുക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. 3 ഇഞ്ചാണ് കേട്ടോ. 3 ഇഞ്ച്. നമുക്ക് ബാക്കിൽ കുറവ് ഫ്രണ്ടിൽ കൂട്ടിയൊക്കെ എടുക്കാം. അത് നമ്മളുടെ സൗകര്യാർത്ഥം എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള. അത് ഇത് തയ്ച്ച് പഠിച്ചതിന് ശേഷം പിന്നെ നമുക്ക് എന്നിട്ട് ഇതിനെ ഞാൻ റൗണ്ട് ആക്കി കൊടുക്കാം. അപ്പൊ ഫ്രണ്ടും ബാക്കും ഒരുപോലാണ് വെട്ടിയത്, റൗണ്ട് ആക്കി കൊടുത്തു. ഓക്കെ, അപ്പൊ 2.5 എടുത്തു, 3 ഇഞ്ച് ഇറക്കം എടുത്തു, റൗണ്ട് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് നമുക്ക് ആ യോക്കിന് വേണ്ടിയിട്ട് എത്ര ഇഞ്ചാണോ വേണ്ടത് അതാണ്. അപ്പൊ എനിക്ക് വേണ്ടുന്നത്, നമ്മൾ ആ ഷോൾഡർ കറക്റ്റ് ചെയ്താണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ വരുന്ന 2.5 തന്നെ വരുള്ളൂ. അപ്പൊ 2.5 തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി വരില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇച്ചിരി, അപ്പൊ നിങ്ങൾക്കൊരു തോന്നൽ വരാം, അപ്പൊ ഷോൾഡർ കൂടില്ലേ? ഇല്ല, അതിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. ഓക്കെ, ഇപ്പൊ ഷോൾഡർ ബേസിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും 3 നമുക്ക് തയ്ച്ചു കഴിഞ്ഞ് 3 വരണം. പക്ഷെ അപ്പൊ തയ്ക്കാനും തുമ്പ് വേണ്ടേ, അപ്പൊ ഞാൻ 3.5 എടുക്കുകയാണ്. ഓക്കെ, തയ്ക്കാൻ തുമ്പ് വേണം, അതുകൊണ്ട് ഞാൻ 3.5 എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഇങ്ങനെ വ്യത്യസ്തമായിട്ട് വരും. അപ്പൊ അത് കറക്റ്റ് ചെയ്ത് വേണം എടുക്കേണ്ടത് കേട്ടോ. വൈറ്റിൽ ഈ നീല ചോക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്. വൈറ്റ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റൂല കേട്ടോ. ഓക്കെ, അതായത് ഇവിടെ 3.5 വരണം. കണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ പോകും, അതുകൊണ്ടാണ് 3.5, ഇവിടെയും 3.5. എന്നിട്ട് ഈ പീസിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടും ബാക്കിലേക്കും ഉള്ളതാണ്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പീസ് കട്ട് ചെയ്തെടുത്തു. 4 പീസാണ് നമുക്ക് വേണ്ടത് കേട്ടോ. കണ്ടോ, അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. അപ്പോൾ ഇനി ഇതിന് ശേഷം നമുക്ക് താഴത്തെ പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെ അടിക്കേണ്ടതെന്ന് കേട്ടോ. അപ്പൊ ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അടുത്തത് താഴത്തെ പീസ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇറക്കം വരുന്നത്, ഇതിന്റെ ഇറക്കം നമ്മൾ നോക്കണം. ഇതിന്റെ ഇറക്കം വരുന്നത് ഇവിടെ തയ്യൽ തുമ്പും പോയിട്ട് നമുക്ക് വരുന്ന ഇറക്കം എന്ന് പറയുമ്പോൾ നമുക്കൊരു 5 ഇഞ്ചേ വരുള്ളൂ കേട്ടോ. 5 ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത്. അപ്പൊ നമുക്ക് ബാക്കി വേണ്ടത്, നമ്മൾ പറഞ്ഞ 24 ഇഞ്ച് ഇറക്കമാണ്, അതിന്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി. അപ്പൊ നമുക്ക് വരുന്നത് 26 ആണ്. 24ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 26. മുകളിൽ നമുക്ക് ഒരു 5 ആണ്. 5 4.5 പ്രതീക്ഷിച്ചാൽ മതി. എന്നാൽ മിനിമം നമുക്ക് 5 കിട്ടും. അപ്പോൾ ആ 5ന്റെ 26-ൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ 21 ഇഞ്ച് ഇറക്കമാണ് നമുക്ക് ഈ താഴത്തെ പീസിന് വരേണ്ടത് കേട്ടോ. 21 ഇഞ്ച് ഇറക്കം. അത് ഫോൾഡ് ചെയ്യാനും കൂടി ആയിട്ടാണ്
അപ്പൊ നിങ്ങൾക്ക് വണ്ണമുള്ള കുട്ടികളാണ് അല്ലെങ്കിൽ പൊക്കമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് കൂട്ടിയെടുക്കാം. നമ്മൾ ഇത് എടുക്കേണ്ടത്, ഈ മോഡൽ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഒറ്റ വിട്ടിലെ തുണി തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ 4ആയിട്ട് മടക്കി ഇടുകയാണ്. അതായത് വിട്ട് കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും നമുക്ക് കൂടുതൽ പീസ് എടുക്കുന്നതാണ്. അതായത് അതിന്റെ ഫ്ലെയർ കൂടുതൽ വരുന്നത്. ഇത് നമുക്ക് ബോക്സ് പ്ലീറ്റ് ചെയ്യാം, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ബോക്സ് പ്ലീറ്റിൽ ചെയ്യാം, അല്ലാതെ ചെറിയ പ്ലീറ്റ് ഇട്ട് ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇതിലിങ്ങനെ വരുമ്പോ, വൈറ്റ് വരുമ്പോ ക്രിസ്മസിന് ഇടാൻ ഉടുപ്പായില്ലേ, അപ്പൊ നമുക്ക് അതുപോലെ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിത് എടുക്കുന്നത് 21 ഇഞ്ചിലാണ്. ഓക്കെ, അത് നമ്മൾ മാർക്ക് ചെയ്തു, കറക്റ്റ് ചെയ്തിടുക. അതിനുശേഷം പിന്നെ നമുക്കൊരു പരിപാടി ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ 1 ഇഞ്ച് നമ്മൾ താഴ്ത്തി കൊടുക്കുക. 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇതുണ്ടോ, ഇവിടെ നമുക്ക് ഒരു 2 ഇഞ്ച് എടുക്കുക. 2 ഇഞ്ച് എടുത്തതിന് ശേഷം ആം ഹോള് നമുക്ക് വേണം. ഇവിടുന്ന് നമുക്ക് നോക്കിക്കേ, ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇതിങ്ങനെ ചുരുക്കിട്ട് വരുമല്ലോ. ചുരുക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനാണല്ലോ നമ്മൾ പീസ് പിടിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ആം ഹോള് വേണം ഇവിടെ. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഒരു 3.5 ഇഞ്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, 3.5 4. ബാക്കി നമുക്ക് ആം ഹോള് വേണം. അപ്പൊ ഞാൻ എടുക്കണത് ഒരു ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് 4 ഇഞ്ചാണ് കേട്ടോ. അത് ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായ അളവ് മനസ്സിലാക്കി തരാൻ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഓരോ കുട്ടികളുടെ ആം ഹോൾ അനുസരിച്ചാണ് നമ്മൾ ഇതിന്റെ ഈ അളവ് നിശ്ചയിക്കുന്നത് കേട്ടോ. ഓരോ പ്രായമുള്ള ആളുകളുടെ ആം ഹോൾ അനുസരിച്ചിട്ടാണ് ഇത് നമ്മൾ നിശ്ചയിക്കുന്നത്. ആദ്യം ഈ പീസാണ് നമ്മൾ, പിന്നെ ചില കുട്ടികൾക്ക് ഇങ്ങനെ കൈ ഇറങ്ങുന്നൊന്നും ഇഷ്ടമല്ല, അപ്പൊ ഇത്തിരി വലുതാക്കി ഇത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ അതാണ് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അത് ഞാൻ ആദ്യം കട്ട് ചെയ്തു. അതിനുശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതും കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടോ, ഇങ്ങനെ ഈ തുണി കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ഈ 1 ഇഞ്ച് ഞാൻ എടുത്തേക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തു. കണ്ടോ, അതായത് നമ്മൾ ഇത് തയ്ച്ചതിന് ശേഷം ഇത് വെക്കുമ്പോൾ അത് ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ നിവർത്തിയിട്ട തുണി ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് തയ്ച്ചു നോക്കാം അതെങ്ങനെയാണെന്ന്. കണ്ടോ, ബോക്സ് പ്ലീറ്റ് ആണേ ബോക്സ് പ്ലീറ്റ്, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെയാണ് ഉടുപ്പ് വരുന്നത്. കണ്ടോ, ആം ഹോൾ വന്നു, ഇങ്ങനെ ചുരുക്കിട്ട് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇനി അപ്പം നമുക്കിത് തയ്ക്കാം. ആദ്യം നിങ്ങൾ ഇവിടെ ക്രോസ് പീസ് വെച്ച് കൊടുക്കണം, ഇവിടെയും ഇവിടെയും കേട്ടോ. ക്രോസ് പീസ് റെഡ് ക്രോസ് പീസാണ്, റെഡ് വൈറ്റ് ആണെങ്കിൽ വൈറ്റ്. അത് നിങ്ങൾക്ക് ഉചിതം പോലെ, അതായത് നമുക്കൊരിഷ്ടം വരും ഏതാണ് ചെയ്യേണ്ടതെന്ന്, അതുപോലെ നിങ്ങളുടെ ഉചിതം പോലെ ചെയ്തു കൊടുക്കുക കേട്ടോ. അവിടെ ഈ ക്രോസ് പീസ് ആണ് വെക്കേണ്ടത്. കണ്ടോ, കൈക്ക് ഇവിടെ ഇങ്ങനെ ക്രോസ് 2ആയിട്ട് മടക്കുക. ഇവിടുന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പുറത്തെ സൈഡ് ഞാൻ വൈറ്റ് തന്നെയാണ് വെക്കണേ. ഇനി ഇത് തയ്ക്കേണ്ടത് 2 പീസ് കണ്ടോ, 2ആയിട്ട് നമ്മൾ എടുത്തു. ആദ്യം ചെയ്യേണ്ടത് നമുക്കിത് ഇതാണെങ്കിൽ ജോയിന്റ് ചെയ്തും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതായത് അങ്ങനെ വേണമെങ്കിൽ പീസ് എടുക്കാം. ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല, ഞാൻ ഇങ്ങനെ എടുത്തേക്കണത് ഷോൾഡർ. അപ്പൊ നമുക്ക് ഈ പീസ് തമ്മിൽ ആദ്യം ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ താഴെ അടിക്കുക, മുകളിലടിക്കുക, എന്നിട്ട് തിരിച്ചെടുത്തിട്ട് ഇവിടെ അതുപോലെ തന്നെ തിരിച്ചെടുത്ത് നമുക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ജോയിൻ ചെയ്തിട്ട്
കാണിക്കാം. പീസ് ഞാൻ അടിച്ച് മറിച്ചെടുത്തേക്കുക. കണ്ടോ, നമുക്ക് റൗണ്ടിൽ ബാക്കിൽ ഓപ്പൺ ആണ്. അപ്പോൾ ബാക്ക് ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? കാരണം ബാക്കിൽ ചെറിയ ഓപ്പൺ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴുത്തേൽ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ഓപ്പണിങ് അങ്ങനെ കിടക്കട്ടെ പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഫ്രണ്ടാണിത്. ഇത് ഫ്രണ്ടും അത് ബാക്കുമാണ്. ഫ്രണ്ടിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ റെഡ് പൈപ്പിങ് കൊടുക്കാം, അല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമല്ലോ. ഇത് ഞാൻ നൂല് വെച്ചിട്ട് വലിച്ച് ഇങ്ങനെ എടുത്തേക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെഷീൻ ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റിച്ച് വലുതാക്കി കൊടുക്കുക. എന്നിട്ട് അടിച്ചിട്ട് ഇതിങ്ങനെ കണ്ടോ വലിച്ച് നമ്മുടെ കറക്റ്റ് അളവിൽ എടുക്കുക. എടുത്തതിന് ശേഷം ഇതിങ്ങനെ അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതിനും കൈക്കുമൊക്കെ അടിച്ചു വെച്ചേക്കുക. കണ്ടോ, അപ്പം നമ്മുടെ കുട്ടികളുടെ ആംപോളിൻ്റെ ഇതനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ച് ഒപ്പമായിരിക്കണം ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കുക. കണ്ടോ, അതല്ല നിങ്ങൾക്ക് വേറെ പ്ലീറ്റ് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, ബോക്സ് പ്ലീറ്റ് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അത് നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാം. അതിൻ്റെ മെത്തേഡ് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക എങ്ങനെയാ ചെയ്യേണ്ടത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇതടിക്കാം, ഫ്രണ്ട് അടിക്കാം. ഇനി ബാക്ക് വരുമ്പോൾ ബാക്ക് ഇവിടെ ഓപ്പൺ ആണ് അല്ലേ. അപ്പൊ ബാക്കിൽ നമ്മൾ ആ ഓപ്പണിങ്ങിന്റെ വശത്ത് നമ്മളിപ്പോൾ ഈ നൂല് വലിച്ചിങ്ങനെ എടുത്തേക്കാണല്ലോ, ആ ഓപ്പണിങ്ങിന്റെ വശത്ത് സെന്റർ നോക്കുക. ഇങ്ങനെ സെന്റർ നോക്കിയതിന് ശേഷം ഇതിൽ കുറച്ച് ഭാഗം ഇങ്ങനെ പ്ലീറ്റ് ഇല്ലാതെ ഇടുക. കണ്ടോ, ഇട്ടിട്ട് ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക. കണ്ടോ, എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഓപ്പണിങ് കൊടുക്കാം. അപ്പോൾ ബാക്കിൽ കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് ഓപ്പണിങ് വരും. അപ്പോൾ നമുക്ക് ആ ഓപ്പണിങ് വെച്ച് കൊടുക്കുക, സിബ് വെക്കുക, എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഓക്കെ, കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് ബാക്ക് പീസാണ്. കണ്ടോ, ഓക്കെ. പിന്നെ നമുക്കിത് തയ്ച്ചിട്ട് നോക്കാം. ഇനി നമുക്കിതിൽ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാം. കണ്ടോ, തയ്ച്ച് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഫ്രോക്ക് തയ്ച്ച് കഴിഞ്ഞു. ഞാനിങ്ങനെ ഒരു ബോയും ഉണ്ടോ ഇങ്ങനെ വെച്ചു. നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള വർക്കുകൾ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലാണ്. അതിൽ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്രിസ്മസിൻ്റെതായിട്ടുള്ള സ്റ്റൈലിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ. വീണ്ടും കാണാം. അപ്പോൾ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.